എല്ലാവർക്കും നമസ്കാരം. തലമുറകൾക്ക് അക്ഷരവട്ടം ചൊരിഞ്ഞ് നാടിൻ്റെ വിളക്കായി പരിലസിക്കുന്ന ഒരു സരസ്വതി ക്ഷേത്രം. പ്രിയപ്പെട്ടവരെ, ഏറെ സാംസ്കാരിക പ്രബുദ്ധതയുള്ള ഒരു നാടിൻ്റെ ഹൃദയ മേഖലയിൽ വിരാജിക്കുന്ന ഒരു വിദ്യാലയം പാനൂർ ഹയർ സെക്കൻഡറി സ്കൂൾ. ഇതാ ഇവിടെ 1983 SSLC ബാച്ചിലെ കൂട്ടുകാർ ഒത്തുകൂടിയിരിക്കുകയാണ്. സഹപാഠി കൂട്ടം പരിപാടിയിലേക്ക് എല്ലാവർക്കും ഹൃദയപൂർവ്വം സ്വാഗതം. സ്വാഗത ഗാനത്തോടെ പരിപാടികൾ ആരംഭിക്കുന്നു. സ്വാഗത ഗാനത്തിൻ്റെ വരികൾ എഴുതിയിരിക്കുന്നത് രാജൻ കണ്ണംവെള്ളിയാണ്. സംഗീതം ചിട്ടപ്പെടുത്തിയിരിക്കുന്നത് ഷാജി ചണ്ടയാട്. ഓർക്കസ്ട്ര പവി കൊയ്യോട്. കോർഡിനേറ്റർ MP സത്യൻ ചണ്ടയാട്. ഇതിൽ പാടുന്നത് 1983 കലാപ്രതിഭകളായ മനോഹരൻ AP, പ്രദീപ് കുമാർ U, രാജീവൻ VV, രത്നാകരൻ PV, സുധീർ K, ലസിത PV, നേത്രാവതി TK, പ്രസീത VP, പുഷ്പവല്ലി PK, രാജലക്ഷ്മി MM, സലില A, സവിത സതി MP, ഷീല ബാലകൃഷ്ണൻ എന്നിവരാണ്. ഇതാ സ്വാഗത ഗാനത്തിലേക്ക് എല്ലാവരുടെയും ശ്രദ്ധയെ ക്ഷണിക്കുകയാണ്.
ഭൂമികയിൽ കൃത്യമായ ഒരു ഇടം ഉള്ള യതീന്ദ്ര മാസ്റ്ററെ വേദിയിലേക്ക് ആദ്യമേ ക്ഷണിക്കുകയാണ്. ഇനി ഓരോരുത്തരെയായി എം ഭാനു മാസ്റ്റർ, സാവിത്രി ടീച്ചർ, ഉദ്ഘാടന സമ്മേളനത്തിൽ സ്വാഗത വചസ്സുകളുമായി എത്തുന്നത് ഈ പരിപാടിയുടെ ജനറൽ കൺവീനർ ശ്രീമതി എൻ രതിയാണ്. ശ്രീമതി എൻ രതിയെ ആദരവോടെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. വേദിയിലും സദസ്സിലുമുള്ള എല്ലാവർക്കും നമസ്കാരം. 1983 SSLC പരീക്ഷ എഴുതി പുറത്തിറങ്ങിയ നമ്മൾ എല്ലാവരുടെയും ഒരു കൂട്ടായ്മ സംഘടിപ്പിച്ച പരിപാടിയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അമ്മമാർക്കുമൊക്കെ അദ്ദേഹം ക്ലാസ് എടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ കൂടെ ഒരു സാന്നിധ്യം നമ്മൾ ഇതിലുണ്ടാവണം എന്ന് തീരുമാനിച്ചിട്ടുള്ളത്. കൂടാതെ ഈ ഒരു വേദിയിൽ നമ്മോടൊപ്പം പഠിച്ച പൂർവ്വ വിദ്യാർത്ഥിയായിട്ടുള്ളതും
പാനൂർ ബ്ലോക്ക് പ്രസിഡൻറ്റുമായിട്ടുള്ള ശൈലജ എത്തിച്ചേരേണ്ടതായിട്ടുണ്ട്. അവരും ഏതാനും നിമിഷം ഇവിടെ എത്തിച്ചേരുമെന്ന് പ്രതീക്ഷിക്കുകയാണ്. അതുപോലെ സ്കൂൾ മാനേജറായിട്ടുള്ള പി കെ പ്രവീൺ, TRMHSൻ്റെ പ്രിൻസിപ്പൽ ശ്രീമതി ശീതളകുമാരി KKV മെമ്മോറിയൽ ഹയർ സെക്കൻഡറി സ്കൂളിൻ്റെ പ്രിൻസിപ്പൽ ശ്രീ അനിൽകുമാർ, പാനൂർ സ്കൂൾ HM NS മിനിജകുമാരി ടീച്ചർ, നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് നമ്മോടൊപ്പം വളരെ കാലം ഈ വിദ്യാലയത്തിലെ അധ്യാപകരായിട്ട് ഇപ്പോൾ നമ്മോടൊപ്പം ഇല്ലാത്ത അധ്യാപകരെയും അതുപോലെ നമ്മുടെ സഹപാഠികളായിട്ടുള്ള ഇന്ന് നമ്മോടൊപ്പം ഇല്ലാത്ത സഹപാഠികളെയും ആദരിക്കുന്നതിന് വേണ്ടിയിട്ട് ഡോക്ടർ അബൂബക്കർ നമ്മുടെ പൂർവ്വ വിദ്യാർത്ഥിയാണ്. അദ്ദേഹം ഇപ്പോൾ കണ്ണൂർ ഗവൺമെൻറ് ആശുപത്രിയിലെ അനസ്തേഷ്യ വിഭാഗം കൈകാര്യം ചെയ്യുന്ന ഡോക്ടറാണ്. ആദരഭാഷണം നടത്തുന്നത് ശ്രീ KP രമേഷ് ബാബു അവരാളാണ്. നന്ദി അറിയിക്കുന്നത് ശ്രീ മനോജ് കുമാർ M ആണ്. എല്ലാവർക്കും ഈ ഒരു സന്ദർഭത്തിൽ നമുക്കറിയാം എല്ലാ വാക്കുകൾ കിട്ടുന്നില്ല. കാരണം നമ്മുടെ ഗുരുക്കന്മാർ 1983 കാലഘട്ടത്തിൽ നമ്മളിവിടെ വരുമ്പോൾ കൂട്ടുകുടുംബത്തിൽ നിന്നായിരുന്നു നമ്മൾ ഇങ്ങോട്ടേക്ക് വന്നിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ആ കൂട്ടുകുടുംബ വ്യവസ്ഥിതിയിൽ ജീവിച്ച നമ്മൾ സ്കൂൾ അങ്കണത്തിലേക്ക് വരുമ്പോൾ UP സ്കൂളിൽ നിന്നും ഹൈസ്കൂളിലേക്ക് പറിച്ചു നടന്ന കാലത്ത് ഹൈസ്കൂളിൻ്റെ ആകാരഭംഗി അല്ലെങ്കിൽ അവിടുത്തെ അധ്യാപകരുടെ ഏറ്റവും തീക്ഷ്ണമായിട്ടുള്ള നോട്ടം ഇതൊക്കെയായിരുന്നു നമ്മുടെ മനസ്സിലുണ്ടായിരുന്നത്. പക്ഷേ 8ാം ക്ലാസ്സിലൂടെ വന്ന് ചേരുമ്പോൾ നമ്മുടെ അധ്യാപകർ 8, 9, 10 ക്ലാസ്സുകളിലേക്ക് നമുക്ക് പാഠങ്ങൾ ഓതിത്തരുമ്പോൾ നമ്മുടെ ഒരു വിശ്വാസം ഈ 10ാം ക്ലാസ് കഴിഞ്ഞാൽ പിന്നെ നേടാനൊന്നുമില്ല എന്നുള്ള രീതിയിലായിരുന്നു അന്നത്തെ ചിന്താഗതി. പക്ഷേ എൻ്റെ അധ്യാപകരോട് എനിക്ക് പറയാനുള്ളത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് അഭിമാനിക്കാം. കാരണം ഇന്ന് 1983 വേദിയിൽ അല്ലെങ്കിൽ ആ കാലഘട്ടങ്ങളിൽ പഠിച്ചിട്ടുള്ള ഒട്ടുമിക്കവരും ഇന്ന് ഉന്നത സ്ഥാനങ്ങൾ വഹിക്കുന്നവരാണ് എന്നുള്ള ഒരു കാര്യം വളരെ അഭിമാനത്തോടു കൂടി നമുക്ക് പറയാൻ കഴിയും. കാരണം ഡോക്ടർ അബൂബക്കറെ പോലുള്ള ഇന്ന് കണ്ണൂർ വിദ്യാഭ്യാസ ഡെപ്യൂട്ടി ഡയറക്ടറായിട്ടുള്ള ശ്രീമതി അംബിക, ശൈലജ, അതുപോലെ ഈ വേദിയിലിരിക്കുന്ന ഒട്ടുമിക്ക ആൾക്കാരും ടീച്ചർമാരും അധ്യാപകരും അല്ലെങ്കിൽ അർദ്ധസൈനിക വിഭാഗത്തിലും കേന്ദ്ര ഗവൺമെൻറ് സ്ഥാപനങ്ങളിലുമൊക്കെ അതുപോലെ വിദേശങ്ങളിലൊക്കെ നല്ല രീതിയിൽ ജോലി ചെയ്ത് കുടുംബം കൂട്ടുന്ന ഒരു തലമുറയാണ് നിങ്ങൾ വാർത്ത് എടുത്തിട്ടുള്ളത് എന്ന കാര്യത്തിൽ ഞങ്ങൾക്ക് അഭിമാനമുണ്ട്. ആ ഒരു കാര്യത്തിൽ ആ ഗുരുക്കന്മാരോടുള്ള കടപ്പാട് ഞങ്ങളിവിടെ അറിയിക്കുകയാണ്. ഞാൻ പറഞ്ഞു, കൂട്ടുകുടുംബ വ്യവസ്ഥിതിയിൽ നിന്നും അണുകുടുംബ വ്യവസ്ഥിതിയിലേക്ക് വരുന്ന ഈ ഒരു കാലഘട്ടം ഇന്ന് ഈ അധ്യാപകരൊക്കെ റിട്ടയർമെൻറ്റ് ശേഷം ഭവനങ്ങളിൽ, കാരണം ഞാനൊരു വിദ്യാലയത്തിൽ വർക്ക് ചെയ്തിട്ടുള്ള ഒരാളാണ്. 18 വയസ്സ് മുതൽ വിദ്യാലയാന്തരീക്ഷവുമായിട്ട് അവിടുത്തെ ചട്ടങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് പ്രവർത്തിച്ചു പോകുന്നിരുന്ന എനിക്ക് ഈ 2024 ആകുമ്പോഴേക്കും എന്നിൽ നിന്നും അല്ലെങ്കിൽ ഞങ്ങളുടെ വിദ്യാലയത്തിൽ നിന്നും റിട്ടയറായിട്ടുള്ള ഒട്ടുമിക്ക പേരുടെ വീടുകളിൽ പോയിട്ടുള്ള അനുഭവമുള്ളതുകൊണ്ടും അവരുടെ ജീവിത സാഹചര്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ടും ആ അണുകുടുംബ വ്യവസ്ഥയിലേക്ക് വന്നതിൻ്റെ മാറ്റം ശരിക്ക് അനുഭവിച്ച് പോരുന്നൊരു വ്യക്തി എന്നുള്ള നിലയിൽ ഞങ്ങളിപ്പം പല അധ്യാപകരുടെ വീട്ടിൽ ക്ഷണിക്കാൻ പോകുമ്പോഴും അവരൊക്കെ കുടുംബം ഒന്നുകിൽ നമ്മുടെ മക്കൾ വിദേശത്ത്, ചിലപ്പോൾ അച്ഛൻ വിദേശത്തായിരിക്കും, അമ്മ നാട്ടിലായിരിക്കും, ചിലപ്പോൾ അമ്മ വിദേശത്തായിരിക്കും, അച്ഛൻ നാട്ടിലായിരിക്കും. കാരണം
കൊച്ചുമക്കളെ പരിപാലിക്കേണ്ട ബാധ്യത കൂടെ അവരിലേക്ക് വന്നതുകൊണ്ട് തന്നെ റിട്ടയർമെൻറ്റ് ജീവിതം ഒരു മുഷിപ്പടിപ്പിക്കുന്ന ജീവിതത്തിലേക്ക് പോകുമ്പോൾ ഇത്തരത്തിലുള്ള കൂട്ടായ്മകൾ നമുക്ക് കാണുമ്പോൾ ഇവിടെ കുറച്ച് കാലമായിട്ട് നമ്മൾ 1-2 വർഷമായിട്ട് കൂട്ടായ്മയുടെ കാലമാണ്. ശരിക്കും നമ്മുടെ അധ്യാപകരുടെ മുഖത്ത് ആ പ്രായങ്ങളൊക്കെ മറന്ന് നല്ല ചുറുചുറുക്കോടെയുള്ള നമ്മളെപ്പോലുള്ള ഒരു വിദ്യാർത്ഥിയായിട്ട് അല്ലെ വിദ്യാർത്ഥികളായിട്ട് ഈ അധ്യാപകരൊക്കെ മാറിയതിൽ എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. എൻ്റെ വാക്കുകൾ ഞാൻ ദീർഘിപ്പിക്കുന്നില്ല, ഇനിയും കുറേ സംസാരിക്കാനുണ്ട്. അതുകൊണ്ട് ഈ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്നത് ശ്രീ KP മോഹൻ അവറുകളാണ്. പക്ഷെ അദ്ദേഹം ഇവിടെ എത്തിയതായിട്ട് കാണുന്നില്ല, എത്തിയിട്ട് പോയതാണ്. ആദ്യം നമുക്ക് അനുസ്മരണ ഭാഷണമാണ്. അതിനു വേണ്ടിയിട്ട് നമ്മുടെ ശ്രീ ഡോക്ടർ അബൂബക്കർ അദ്ദേഹത്തെ ഈ വേദിയിലേക്ക് ക്ഷണിക്കുക. ഹലോ. ഒപ്പം പഠിച്ചവരൊന്നും നമുക്കൊപ്പം ഇപ്പോൾ ഇല്ല. ഒപ്പം പഠിച്ചവർ മാത്രമല്ല, കലവറയില്ലാതെ അറിവിൻ്റെ നിറവ് വിളമ്പിയ നമ്മുടെ ഗുരുഭൂതരും അവരും ഒപ്പമില്ല. ഒരു വിഷാദ സ്മൃതി പോലെ നാം മനസ്സിൽ സൂക്ഷിക്കുന്ന ആ മാനസങ്ങളെ തെല്ലിട ഇത്തരുണത്തിൽ നമുക്ക് ഓർമ്മിക്കാം. ബഹുമാനപ്പെട്ട അധ്യക്ഷൻ ശ്രീ മനോഹരൻ, ഈ പരിപാടിയുടെ ഉദ്ഘാടകൻ നമ്മുടെ MLA KP മോഹനൻ സർ, വേദിയിലും സദസ്സിലും ഇരിക്കുന്ന വിശിഷ്ട വ്യക്തിത്വങ്ങളെ, ഇവിടെ സന്നിഹിതരായിട്ടുള്ള അധ്യാപകന്മാർ, സുഹൃത്തുക്കളെ, ദീർഘനാളത്തെ ശ്രമത്തിൻ്റെയും കാത്തിരിപ്പിൻ്റെയും പരിസമാപ്തിയാണ് ഇന്നത്തെ ഈ സവാടിക്കൂട്ടം എന്ന പേര് നമ്മളിവിടെ സംഘടിപ്പിച്ചിരിക്കുന്നത്. 1983 പാനൂർ ഹൈസ്കൂളിലെ SSLC ബാച്ചിൻ്റെ ഈ സംഗമം ഏതാണ്ട് 40 വർഷത്തിന് ശേഷമാണ് ഇങ്ങനെ സംഘടിപ്പിക്കാനുള്ള ഒരു ഭാഗ്യം നമുക്കേവർക്കും സിദ്ധിച്ചിട്ടുള്ളത്. ഈ ഒരു ചടങ്ങിൽ ഒത്തുചേരാൻ വേണ്ടി സ്വദേശത്തും വിദേശത്തുമായി ഒരുപാട് സഹപാഠികൾ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. കൂടാതെ വാർദ്ധക്യ സഹജമായതും അല്ലാത്തതുമായ അസുഖങ്ങളെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന പ്രിയപ്പെട്ട ഗുരുനാഥന്മാരും നമ്മുടെ ക്ഷണം സ്വീകരിച്ചുകൊണ്ട് ഈ സംഗമത്തിൽ എത്തിച്ചേർന്നിരിക്കുന്നു. അതോടൊപ്പം തന്നെ ഈ സന്തോഷത്തിൽ പങ്കുചേരേണ്ടിയിരുന്ന നമ്മുടെ പ്രിയപ്പെട്ട അധ്യാപകരായ K. ബൽറാം മാസ്റ്റർ, PR നായർ, AP ബാലകൃഷ്ണൻ മാസ്റ്റർ, പാതിരിയാട് ബാലകൃഷ്ണൻ മാസ്റ്റർ, ശ്രീ പ്രേമലത ടീച്ചർ, NCR ബൽറാം മാസ്റ്റർ, OK നാണു മാസ്റ്റർ, K. ബാലൻ മാസ്റ്റർ, B. അശോകൻ മാസ്റ്റർ, O. ഗോപി മാസ്റ്റർ, MC സുകുമാരൻ മാസ്റ്റർ, B. കുഞ്ഞബ്ദുള്ള മാസ്റ്റർ, പത്മജ കരോളി, M. നാണു മാസ്റ്റർ, VJ ഉലനൻ മാസ്റ്റർ, T. കുമാരൻ മാസ്റ്റർ, KPA റഹീം, TK രാഘവൻ മാസ്റ്റർ, PC രാഘവൻ നമ്പ്യാർ തുടങ്ങി ഇനി വല്ലവരും ഞാൻ പേര് പറയാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അവരും ഉൾപ്പെടെ നമ്മോടൊപ്പം ഇന്നേ ഇല്ല. പല വർഷങ്ങളായി നമ്മളിൽ നിന്നും പ്രസ്തുത വ്യക്തിത്വങ്ങൾ വിട പറഞ്ഞു പോയിരിക്കുകയാണ്. അതോടുകൂടി തന്നെ നമ്മോടൊപ്പം പഠിച്ചിരുന്ന കുറച്ച് ദിവസം മുമ്പ് തന്നെ നമ്മളിൽ നിന്ന് വിട്ടുപോയ സലീം ചമ്പാട്, അതുപോലെ കരുണൻ മടത്തിൽ എലാങ്കോട്, സത്യേന്ദ്രൻ പാനൂര്, സജീവ് വയനാട്, പ്രേമൻ ചമ്പാട്, ഭാസ്കരൻ പന്നിന്നൂർ, ശശിധരൻ പാനൂർ, റഹീം പാലക്കണ്ടി, NK രവീന്ദ്രൻ, വത്സൻ കൈവേലിക്കൽ, വനജ പാനൂർ, നാണൂർ പന്നിന്നൂർ ഉൾപ്പെടെ ഒരുപാട് സഹപാഠികളും ഇന്ന് നമ്മോടൊപ്പമില്ല. മേൽപ്പറയപ്പെട്ട നമ്മളിൽ നിന്നും വിട്ടുപോയ ഗുരുനാഥന്മാരെയും പ്രിയപ്പെട്ട സഹപാഠികൾ സ്മരിച്ചുകൊണ്ട് അവരുടെ ആത്മശാന്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. എല്ലാവരും ഒരു മിനിറ്റ് എഴുന്നേറ്റ് നിന്ന് മൗനം ആചരിക്കണമെന്ന് അപേക്ഷിക്കുന്നു. ശരി, എല്ലാവരും പ്രിയപ്പെട്ടവരെ, പഠനകാലത്ത് പഠനത്തിൽ അനിതര സാധാരണമായ വൈഭവം പ്രകടിപ്പിച്ച ഇന്ന്
നമ്മളോടിപ്പോൾ അനുസ്മരണ ഭാഷണം നടത്തിയത് ഡോക്ടർ സി അബൂബക്കർ. അദ്ദേഹത്തിന് ഹൃദയപൂർവ്വം നന്ദി.